ഹലോ ഗൈസ്, ചന്ദ്രികയിലെ ലീന ചന്ദ്രകാന്തത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിർമ്മലിനോട് നന്ദ ചോദിക്കുവാണ് കേട്ടോ, എന്നെ ഒന്ന് വീട്ടിലോട്ട് വിടുമോ, ഒരു എമർജൻസി ആയതുകൊണ്ടാണ്. പൊതുവേ പേഷ്യൻസിനോട് ഇങ്ങനെ സർവീസൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ്, പക്ഷെ അത്രയ്ക്ക് എമർജൻസി ആയതുകൊണ്ടാണ് പോവാതെ പറ്റില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ നിർമ്മൽ പറയുന്നുണ്ട്, ഡോക്ടറിൻ്റെ വേദനയൊക്കെ കുറച്ച് തന്നല്ലേ ഇത്രയും പെട്ടെന്ന്, അതുകൊണ്ട് വിടാം എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന ലക്ഷ്മി ആൻറ്റീനെയാണ്. ലക്ഷ്മി ആൻറ്റി ആണെങ്കിൽ പിങ്കിയോട് പറയുക, മോളെ ഇപ്പം നല്ലപോലെ പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സുഖമായിട്ടുള്ള പ്രസവം നടക്കും, അല്ലെങ്കിൽ നീ കുറേ കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറയാം കേട്ടോ. അപ്പം ഗിരിജ പറയുക, ഇതൊന്നും മോക്കത്ര ശീലമില്ലാത്തതുകൊണ്ടാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അത് ശരിയാ, നിനക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ്, ഇപ്പോൾ ഇവിടെ അടിച്ചതുപോലെ ബാക്കിയും കൂടെ അങ്ങ് അടിച്ച് തീർക്ക് എന്ന് പറയാം കേട്ടോ. അപ്പോൾ പിങ്കി ചോദിക്കുന്നുണ്ട്, പിന്നെ അടിച്ച പോരെ ആൻറ്റി എന്ന് ചോദിക്കുമ്പോഴും പറയുന്നുണ്ട്, അതൊന്നും പറ്റത്തില്ല, ഇപ്പം തന്നെ പറ്റുള്ളൂ എന്ന് പറയാം കേട്ടോ. അങ്ങനെ അവരിവിടെ മുറ്റത്ത് നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദ ഒരാളുടെ കൂടെ ബൈക്കിൽ വരുന്നതാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ അതിശയപ്പെട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ആരുടെ കൂടെ ആയിരിക്കും നന്ദി വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ബൈക്ക് കൊണ്ട് നിർത്തുക കേട്ടോ നിർമ്മൽ. പെട്ടെന്ന് നന്ദ ചാടി ഇറങ്ങുവാണ്. കൂടെയുള്ള നിർമ്മലിനെ കാണുമ്പോഴേ ഗിരിജ പറയുകയാണ്, ഇത് നമ്മളെ രക്ഷിച്ച ചെറുപ്പക്കാരനെ പോലെ തന്നെ ഉണ്ടല്ലോ, നോക്കിക്കേ എന്നിങ്ങനെ പറയുമ്പോൾ ലക്ഷ്മി ചോദിക്കുക, എന്താ മോളെ, എന്താ ഇപ്പോൾ ഗിരിജ പറഞ്ഞേ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ പിങ്കി പറയുകയാണ്, ഇന്ന് ഞങ്ങളെ രക്ഷിച്ച ആളെപ്പോലെ തന്നെ ഉണ്ടെന്ന് പറയുമായിരുന്നു ആൻറ്റി എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും നിർമ്മൽ ഹെൽമെറ്റ് ഊരുവാണ്. നിർമ്മലിനെ കാണുമ്പോഴേ എല്ലാവരും ഞെട്ടിപ്പോവുക കേട്ടോ, അതിശയിച്ച് എല്ലാവരും നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ പിങ്കി ഇറങ്ങി അടുത്തേക്ക് വരും കേട്ടോ നിർമ്മലിൻ്റെ. എന്നിട്ട് അടുത്ത് നിന്ന് കുറേ നേരം നോക്കിയിട്ട് അർജുൻ എന്ന് വിളിക്കുവാണ്. ആ സമയത്ത് നിർമ്മൽ ചോദിക്കുന്നുണ്ട്, അർജുനോ? അതെ, ഇന്ന് രക്ഷിച്ച ഞാനാ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും പിങ്കി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് ഒരു താങ്ക് യു എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു, ഒരു താങ്ക്സ് പറയടോ എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് നന്ദി ഇങ്ങനെ വയ്ക്കുക, എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ഇന്ന് ഇവരെ രക്ഷിക്കുന്നതിനിടയ്ക്ക് എനിക്ക് മുറിവ് പറ്റിയതെന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും നന്ദയോട് പറഞ്ഞു കഴിയുമ്പോഴേക്കും അർജുൻ പറയുകയാണ്, ഈ കൊച്ചെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദ പറയാം, അതൊക്കെ പറയാം, ഇന്ന് അകത്തോട്ട് വാ എന്ന് പറയുമ്പോഴേക്കും നിർമ്മൽ പറയാം, ഞാൻ അകത്തോട്ടൊന്നും വരുന്നില്ല, പോവാ എന്ന് പറയുമ്പോഴേക്കും നന്ദ പറയാം, അതൊന്നും പറ്റില്ല, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും വീട്ടിൽ കയറിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാം കേട്ടോ. പിങ്കീടെ ഈ നോട്ടവും നിൽപ്പും കണ്ട് നിർമ്മൽ ഇങ്ങനെ അതിശയിച്ചിങ്ങനെ അകത്തോട്ട് കയറുവാണ്. അപ്പോഴേക്കും ലക്ഷ്മി ഓടി വന്നിട്ട് ഇരിക്കുകയാണ്, എന്താ മോളെ ഇപ്പം ഞാനീ കണ്ടത്, അർജുനെ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് അന്തം വിട്ട് നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞ് നന്ദയുടെ നിർമ്മൽ അകത്തോട്ട് കയറുന്നുണ്ട്. സുമംഗൽ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുവാണ്. എന്നിട്ട് മോനെ അർജുൻ എന്ന് വിളിച്ച് ഓടി അകത്തോട്ട് ചെല്ലും കേട്ടോ. അപ്പോഴേക്കും നിർമ്മൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അർജുനൊന്നും അല്ല എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് നന്ദ നിർമ്മലിനെ പരിചയപ്പെടുത്തുവാണ്, ഇതെൻ്റെ ഹോസ്പിറ്റലിൽ വന്നൊരു പേഷ്യൻ്റാണ് അപ്പച്ചി, പേര് നിർമ്മൽ, അച്ഛൻ ബാലഗോപാലൻ, അമ്മ സാവിത്രി എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാം സുമംഗലയ്ക്ക് മനസ്സിലാവുകയാണ്. സുമംഗലയ്ക്ക് ആദ്യം ഇങ്ങനെ മുഖം ഒന്ന് മറച്ചു പിടിച്ച് ചെറിയ ദേഷ്യവും വിഷമമൊക്കെ ഉണ്ടെങ്കിലും നിർമ്മലിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അർജുനെ കാണുമ്പോഴത്തേക്കും സങ്കടം സഹിക്കാൻ വയ്യാതെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും കേട്ടോ. എന്നിട്ട് മോനെ എന്നൊക്കെ വിളിച്ച് കരയുവാണ്. ഇതൊക്കെ നിർമ്മലിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിർമ്മൽ ചോദിക്കുക, നിങ്ങൾ എന്തേ പറയുന്നത്, മോനോ, ഞാൻ നിങ്ങളുടെ മോനൊന്നും അല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പയ്യങ്ങ് മാറ്റും കേട്ടോ. ആ സമയത്ത് എന്താ പറയുകയാണ്, ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിലൊരു കാരണമുണ്ട്, ഞാൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞു തന്നെയാണ് നിർമ്മലിലേക്ക് കൊണ്ടുവന്നത്, ഈ വീട്ടിലുള്ളവരെ എല്ലാം തന്നെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നിർമ്മൽ ചോദിക്കുക, അതെന്തിനാണ് എന്നെ കൊണ്ട് കാണിക്കുന്നത്, ഞാനെന്താ വല്ല പ്രദർശന വസ്തു ആണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അതിനൊക്കെ കാരണമുണ്ട്, വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയിട്ട് അർജുൻ്റെ ഫോട്ടോ കൊണ്ട് കാണിക്കും കേട്ടോ. ഫോട്ടോ കൊണ്ട് കാണിച്ചിട്ട് പറയുകയാണ്, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്, 2.5 വർഷമായി മരിച്ചു പോയിട്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അച്ഛൻ ബാലഗോപാലൻ, അമ്മ സുമംഗല എന്ന് പറയുമ്പോഴേക്കും അർജുനും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. ആ സമയത്തും പിങ്കി ഇങ്ങനെ നിർമ്മലിനെ നോക്കി തന്നെ നിൽക്കുക കേട്ടോ, അതിശയിച്ച്. എന്നിട്ട് പറയുകയാണ്, എല്ലാവർക്കും തന്നെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും, അർജുൻ്റെ അതേ മുഖസാദൃശ്യമാണ് തനിക്ക്, അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയും കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് നിർമ്മൽ പണ്ട് ബാലഗോപാലിൻ്റെ കൂടെ നിൽക്കുന്ന അർജുൻ്റെയും നിർമ്മലിൻ്റെയും ഒരു ചിത്രത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുക. ആ സമയത്ത് സുമംഗൽ പറയുന്നുണ്ട്, മോനെ പോകരുത്, 2.5 വർഷം കൂടി ഞാൻ എന്നും കരഞ്ഞു പ്രാർത്ഥിച്ചത് എൻ്റെ അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിന്നെ ഞാൻ ഒരുപാട് വെറുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും നിർമ്മൽ പറയാം, അതെനിക്കറിയാം, നിങ്ങൾ എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല എന്നും എനിക്കറിയാം എന്ന് പറയുമ്പോഴേക്കും സുമംഗൽ പറയുന്നുണ്ട്, ഉണ്ട് മോനെ, നിനക്ക് എന്താ വേണ്ടേ, നിൻ്റെ അമ്മ വിളിച്ചു ചോദിച്ചാലേ ബാലേട്ടൻ്റെ കുടുംബസ്വത്താണോ, അത് ഞാൻ തരാൻ തയ്യാറാണ്, ഇവിടെ നിൽക്കണം, നീ പോകരുതെന്ന് പറയുമോ കേട്ടോ. ആ സമയത്ത് നിർമ്മൽ പറയുകയാണ്, അങ്ങനെ അമ്മ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ അത്യാഗ്രഹമായിരിക്കും, എനിക്കതൊന്നും വേണ്ട എന്ന് പറയും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നോക്കി ഒന്നും മിണ്ടാതെ അതിശയിച്ച് നിൽക്കുവാണ് പിങ്കി. അത് കഴിയുമ്പോഴേക്കും നിർമ്മൽ സുമംഗലയുടെ കയ്യിൽ നിന്ന് കൈ തട്ടി മാറ്റിയിട്ട് പറയാം, ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം കേട്ടോ. കുറേ കരഞ്ഞെന്നുണ്ടെങ്കിലും
നിർമ്മല നിൽക്കുന്നില്ല. എല്ലാവർക്കും ആകെ ഭയങ്കര വിഷമമാവുകയാണ്. അപ്പോഴേക്കും നന്ദ പറയുന്നുണ്ട്, സാരമില്ല ആൻറ്റി, ഇവിടെ വരെ വന്നല്ലോ, നമുക്കൊന്ന് കാണാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ ഭാഗ്യമല്ലേ എന്നിങ്ങനെ ചോദിക്കുക. കഴിഞ്ഞ സുമംഗലേനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിങ്കിനെയാണ്. പിങ്കി റൂമിലിരുന്ന് പഴയ അർജുൻ്റെയായിട്ട് ഓർമ്മകളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ഗിരിജ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പിങ്കി മോളെ നീ ആലോചിക്കുന്നത്, നിർമ്മലിനെ പറ്റിയാണോ എന്ന് ചോദിക്കുക കേട്ടോ. ആദ്യമൊന്നും പതർന്നുണ്ടെങ്കിലും പിങ്കി സമ്മതിക്കുക അതേന്ന്. അപ്പോഴേക്കും ഗിരിജ പറയുന്നുണ്ട്, എന്ത് കാണുന്ന ആരെയും അപ്പോഴേ അർജുന് പകരക്കാരനാക്കുവാണോ? അവൻ അർജുൻ്റെ മുഖത്തിൻ്റെ ആ ഒരു സാദൃശ്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ അവനൊരിക്കലും അർജുനാവില്ല എന്ന് പറയും കേട്ടോ. ഇത് കേട്ടിട്ട് പിങ്കി പറയാണ്, എന്നെപ്പറ്റി അങ്ങനെയാണോ ചിറ്റ വിചാരിച്ചത്? അങ്ങനെ ആരെയും അർജുന് പകരമാവില്ല. നിർമ്മലാണെന്നും അർജുനാണെന്നും എനിക്കറിയാം. അങ്ങനെ ആർക്കെങ്കിലും അർജുന് പകരമാകാൻ പറ്റുമെങ്കിൽ അത് ഗൗതത്തിന് മാത്രമാണ് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഗിരിജ പറയാം, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്, ഞാൻ ആകെ കഴിഞ്ഞ് ടെൻഷൻ അടിച്ചു എന്ന് പറയും കേട്ടോ. എന്നിട്ട് പിങ്കി പറയാം, ഞാൻ അത്രയ്ക്ക് പൊട്ടിയൊന്നുമല്ല, പക്ഷേ ആ മുഖം എന്നെ പലതും ഓർമ്മിപ്പിക്കുന്നു, പഴയ പല കാര്യങ്ങളും, അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ഗിരിജ പറയാം, അതൊന്നും നീ ഇപ്പോൾ ഓർക്കണ്ട, ഗൗതത്തിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം എന്നിങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് നന്ദി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുവാണ്. കഴിഞ്ഞ ദിവസം പിങ്കി പറഞ്ഞ കാര്യങ്ങളും അത് കഴിഞ്ഞ് നിർമ്മല് വന്നത് ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കുമോ, അതുവഴി പിങ്കീനെ മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെയും ഗൗതം സാറിൻ്റെയും ജീവിതത്തിൽ പിങ്കി ഒരു വെല്ലുവിളി ആവുമല്ലോ എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അരുന്ധതി വീട്ടിൽ വരുമ്പോഴത്തേക്കും ഈ കാര്യം പറയുവാണ്. അപ്പോൾ ഈ അരുന്ധതി പറയും, ഞാനും ബാലനോട് മണ്ണാർശാലയിൽ നേർച്ചയ്ക്ക് പോയതുകൊണ്ടാണ് ആ കാഴ്ച ഒന്നും കാണാൻ പറ്റാതെ പോയത്, എനിക്കാകെ എന്ത് പറയണമെന്നറിയത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇവരെ കണ്ടാൽ കൊല്ലും തല്ലും എന്ന് പറഞ്ഞ സുമംഗല ഇപ്പം എന്ത് സ്നേഹമാണെന്നറിയാവോ? അപ്പോഴേക്കും അരുന്ധതി പറയുന്നുണ്ട്, അവൾക്ക് അങ്ങനെ ഒരു ജീവിതത്തിലൊരു വീഴ്ച വന്നല്ലോ എന്ന് ഓർത്ത് എനിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു, ഇന്ന് ആ കുഞ്ഞു കാരണം തന്നെ അവൾ സന്തോഷിക്കുന്നുണ്ടല്ലോ, അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കിയോട് ചോദിക്കുക, മോളെ നിനക്കെന്താ തോന്നിയെന്ന് ചോദിക്കുമ്പം പിങ്കി പറയാണ്, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല വല്യമ്മേ, ആകെ നെഞ്ചിലൊരു ഇടുത്തി വീണ പോലെ ഒരവസ്ഥ എന്നിങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതം കയറി വരും കേട്ടോ. ഗൗതം കയറി വരുമ്പോൾ എല്ലാവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ചോദിക്കുകയാണ്, എന്താ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പം അരുന്ധതി പറയുകയാണ്, മോനെ ഇന്ന് അർജുൻ ഇവിടെ വന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ലക്ഷ്മി പറയുകയാണ്, നന്ദമോള് ഹോസ്പിറ്റലാണ് ചികിത്സയ്ക്ക് വന്ന നിർമ്മലിൻ്റെ പേര് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ഗൗതം ദേഷ്യപ്പെട്ട് നന്ദയോട് ചോദിക്കുകയാണ്, ഓ നീയാണോ അപ്പോൾ ആ റാസ്കലിനെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇത് കേട്ട് പിങ്കി ഇങ്ങനെ അന്തം വിട്ട് ഇരിക്കുവാണ്. പെട്ടെന്ന് നന്ദ ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, അതെന്താ ഗൗതം സാർ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.